പാർവോ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, നമ്മുടെ ഡോഗ്സിന് എങ്ങനെയാണ് പാർവോ വൈറസ് വരുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ആ സമയത്ത് നമ്മൾ എന്തെല്ലാം ഫുഡാണ് ഡോഗ്സിന് കൊടുക്കേണ്ടത്, അതിന്റെ റിക്കവറി സ്റ്റേജ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തേക്കുണ്ട്. നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാറുള്ളായിരുന്നു. ഇപ്പൊ കുറച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറുണ്ടായില്ല കേട്ടോ. അപ്പൊ കുറച്ച് പേരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, എന്താണ് ചേച്ചി വീഡിയോ ഇടാത്തതെന്ന് കേട്ടോ. അപ്പൊ ഞങ്ങൾ വീഡിയോ ഇടാത്ത കാര്യം വേറെ ഒന്നല്ല, നമ്മുടെ ലെസയ്ക്ക് പാടുണ്ടായില്ല. അപ്പൊ പാടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അത് തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പൊ മഴക്കാലമായി കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന രോഗമാണ് പാർവോ വൈറസ്. അപ്പൊ ലെസയ്ക്ക് പാകു ഓർന്നിട്ട് അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിട്ട. അപ്പൊ നമ്മൾ ഈ പാർവോ വൈറസിന്റെ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴേ നമുക്ക് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടുതൽ പറയണത് വെച്ചാൽ നമുക്ക് അനുഭവത്തിൽ വന്നതും നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കും ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോഗ്സിന് പാർവോ ആണോ അല്ലെങ്കിൽ ചെള്ളുപനിയാണോ എന്നൊക്കെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡോഗ്സിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ നമ്മൾ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ലെസക്ക് അനുഭവത്തിൽ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പെട്ടെന്ന് തന്നെ ഫുഡ് എടുക്കാണ്ടായിപ്പോയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവൾക്ക് ചില സമയത്ത് ഫുഡ് എടുക്കാനായിട്ട് കുറച്ച് മടിയും കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വിചാരിച്ചിട്ട് നമുക്ക് വെച്ചെടുത്ത് നോക്കി. അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ മുട്ട പുഴുങ്ങിയതാണ് ഇഷ്ടം. അപ്പൊ മുട്ട പുഴുങ്ങിയത് വെച്ചെടുത്ത് നോക്കിയപ്പോ ആള് സ്മെല്ല് ചെയ്ത് പിന്നെ അത് കഴിച്ചില്ല. അന്ന് വൈകുന്നേരം തുടങ്ങി അവൾക്ക് ഭയങ്കര ഛർദിയും കാര്യങ്ങളും വന്നിട്ടാ. ഛർദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ ഭയങ്കര ഛർദിയായിരുന്നു. അവളിങ്ങനെ നമ്മള് ഛർദിക്കണം അല്ലെങ്കിൽ എടുത്തെടുത്തിട്ട് ഇവ ശരിക്കും ഇങ്ങനെ എന്നെയാണ് വയറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് വയറിങ്ങനെ കയറും പിന്നെ ഇതാക്കും, ഇങ്ങനെ കയറും പിന്നെ ഇറങ്ങും, അങ്ങനത്തെ രീതിയിലുള്ള ഛർദിയായിരുന്നു. ഛർദിച്ച് ഭയങ്കര വിഷമവും. നമുക്ക് വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. കാരണം നമുക്കറിയാം അവളെ നമ്മൾ കൂട്ടിലിടാറില്ല. നമ്മുടെ ഒപ്പം നമ്മുടെ റൂമിൽ തന്നെ നമ്മുടെ ഒപ്പം ബെഡുമ്പോ തന്നെയാണ് അവള് കിടന്നുറങ്ങണം കേട്ടാ. വന്ന് ബെഡുമ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ബെഡുമേക്കാൾ ഛർദിച്ചിട്ടാ ഭയങ്കരമായിട്ട് ഛർദിയായിരുന്നു. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഛർദിക്കണേക്കാൾ മുന്നേ വായന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും, ഇറ്റിങ്ങനെ വീണോണ്ടിരിക്കും. അങ്ങനെ വരുമ്പോ ഉറപ്പിച്ചോ ഛർദിക്കാനാണ് ഞങ്ങൾ അപ്പം തന്നെ പാത്രം വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു പ്രാവശ്യം മാത്രം ബെഡും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിയാണ്ട് ശ്രദ്ധിച്ചാണ് പുള്ളിക്കാരി. പിന്നെ ഞങ്ങൾ പാത്രം വെച്ച് കൊടുത്തപ്പോ അവളും പാത്രത്തിൽ തന്നെ ശ്രദ്ധിച്ചാണ് തന്നെ നമുക്ക് ഛർദി വെച്ചാൽ വേറെ അവള് തിന്ന ഫുഡ്, കാരണം അവള് ഫുഡൊന്നും കഴിക്കാതെ തന്നെ വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെറുതെ യെല്ലോ യെല്ലോ പത പോലെയാണ് ആദ്യം ഛർദിച്ചത്. പിന്നെയാണ് ബ്ലഡ് ആയത്. അങ്ങനെ കരഞ്ഞു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഏട്ടനോട് ചോദിക്കായിരുന്നു ഇവൾക്ക് എന്തിനു പറ്റിയത്, ഇനി വല്ല പോയിസൺ അടിച്ചോന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് 2 ഡോഗ്സിനും ഇതുപോലെ തന്നെ പാടില്ലാണ്ടായിട്ട് അത് മരിച്ചുപോയി. അപ്പൊ അവരോട് വെച്ചപ്പോ അവര് പറഞ്ഞു ആരോ വിഷം വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവള് വിഷം കഴിക്കാനായിട്ട് യാതൊരു ഇതുമില്ല, എങ്ങും പോവാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വിഷം കഴിക്കാൻ സാധ്യതയില്ല, ഇനി എങ്ങനെയെങ്കിലും വല്ല പോയിസൺ ആരെങ്കിലും വെച്ചിട്ട് എങ്ങനെ കഴിച്ചത്. പോയിസൺ അടിച്ച് ഇപ്പൊ തന്നെ അവള് മരിക്കുമെന്ന് വിചാരിച്ചു. കാരണം ബ്ലഡ് ഒക്കെ പോകണുണ്ടപ്പോ ഞങ്ങൾക്ക് ആകെ പേടിച്ച്. നമുക്ക് പാർവോ വൈറസ് എന്താണെന്ന് പോലും നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ജസ്റ്റ് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് വിശദീകരിച്ച് നമുക്ക് അങ്ങനെ അറിവും കാര്യങ്ങളും നമുക്കില്ല. അങ്ങനെയാണ് ഇവിടെ ഛർദിയും ഭയങ്കര കൂടിയപ്പോ ഞാൻ എന്നോട് പറഞ്ഞു ഇനി വെച്ചോണ്ടിരിക്കണ്ട. കാരണം അന്ന് വൈകുന്നേരം ഞായറാഴ്ച ശനിയാഴ്ച ഫുഡ് എടുക്കാണ്ടായി. ശനിയാഴ്ച ഫുഡ് എടുക്കാണ്ടായെങ്കിലും ഒരു മുട്ട എങ്ങാണ്ട് പുഴുങ്ങിട്ട് ഇത്തിരി തിന്നവള്. പിറ്റേ ദിവസം ഇങ്ങനെ പൂർണ്ണമായിട്ട് അവൾ ഫുഡ് കഴിക്കണ്ടായിരുന്നു. അപ്പൊ ഞായറാഴ്ച തന്നെ ഹോസ്പിറ്റൽ തുറക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു ഇനി എന്തായാലും വെച്ചോണ്ടിരിക്കേണ്ട, നാളെ എന്തായാലും നമുക്ക് തിങ്കളാഴ്ച കാലത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ലെസനെ കൊണ്ടുപോയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളന്ന് അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ ഒരുപാട് പേര് ചെയ്യണവരുണ്ടായിരിക്കും. ഇവളുടെ പേരില് പുഷ്പാഞ്ജലി വരെയും കഴിച്ച് മൃത്യുഞ്ജയ ഹോമമാണ് നമ്മളിങ്ങനെ പറഞ്ഞ് നായാണെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ചേട്ടൻ ശാന്തി നായാന്ന് പറഞ്ഞ ബ്രാക്കറ്റിലേക്ക് എഴുതി. അപ്പൊ ശാന്തിയോട് ദേവിയുടെ അമ്പലം, അപ്പൊ ശാന്തി പറഞ്ഞു ദേവിയുടെ അമ്പലത്തിൽ അങ്ങനെ മൃത്യുഞ്ജയ ഹോമം ചെയ്യൂല, ശിവന്റെ അമ്പലത്തിലാണ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൾക്ക് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള പൂജ ശാന്തിയാണ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വരെ എന്തായിരിക്കും. നമ്മൾ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അങ്ങനെ ഒരു ദൈവത്തിനെ പോലും വിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പാലുണ്ടാകുമ്പോൾ നമുക്ക് അത്രയും വിഷമവും കാര്യങ്ങളും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് വരും, അതായത് ഉണ്ണിയുണ്ട് അങ്ങോട്ട് പോയി. എന്നെക്കാളും കൂടുതൽ ഇഷ്ടം ഉണ്ണിയുണ്ടെയാണ്. ഞാൻ എന്തോരം നോക്കിന്ന് പറഞ്ഞാലും അവർക്ക് ഇഷ്ടം ഉണ്ണിയുണ്ട് തന്നെയാണ്. അത് ഞങ്ങൾ കുറെ ഇവിടെ ആക്റ്റീവ് ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കി. ലെസേന് ഇഷ്ടമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പുചേട്ടനെ വിളിക്കുന്നത്. അപ്പൊ അപ്പുചേട്ടനെ സ്നേഹിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അങ്ങനത്തെ സൈലന്റ് കൊരക്കല് പോലും ഉണ്ടാവൂല കേട്ടോ. അപ്പൊ ഡോക്ടർ നമ്മളോട് എടുത്ത് ചോദിക്കുകയും കൂടി ചെയ്ത് കൊരക്കനുണ്ടാന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ കൊരക്കലും കൊണ്ട് അങ്ങനെയാണ് ഇവളെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കേട്ടോ.
അപ്പൊ ഈ പാർവോ വൈറസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായ്ക്കളെയും ചെന്നായ്ക്കളെയും ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് കെനൈൻ പാർവോ വൈറസ്. പാർവോ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പാർവോ വൈറസ് എങ്ങനെയാണ് നമ്മുടെ ഡോഗ്സിന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പാർവോ വൈറസ് ബാധിച്ച ഒരു ഡോഗ്സിൽ നിന്ന് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമ്മുടെ ഡോഗ്സിനും ഈ പാർവോ വൈറസ് വരാൻ, അല്ലെങ്കിൽ പാർവോ വൈറസ് ബാധിച്ച ഒരു നായ അപ്പിയിടുമല്ല, അപ്പൊ അവരുടെ മലത്തിൽ നിന്നും നമ്മുടെ നായിലേക്ക് വരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തും സ്മെല്ല് ചെയ്താണ് നോക്കണത്. അപ്പൊ ആ സ്മെല്ല് ചെയ്യുമ്പോഴാണ് ഈ പാർവോ വൈറസ് നമ്മുടെ ഡോഗ്സിന് വരുന്നത്. പിന്നുള്ളൊരു വഴി വെച്ചിട്ടുണ്ടെങ്കിൽ പാർവോ വൈറസ് വരുന്നത്, ഇപ്പൊ നമ്മൾ നടക്കുമ്പോ നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചായിട്ട് നടക്കണില്ല. അപ്പൊ വല്ല ഡോഗ്സ് പാർവോ വൈറസ് ബാധിച്ച ഒരു നായ അവിടെ മൂത്രോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് അറിയാണ്ട് കയറി ചവിട്ടിയിരിക്കും. നമ്മളത് നേരെ കഴുകിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വൈറസിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കഴുകിയാലും വൈറസ്, അതുപോലെ തന്നെ നമ്മുടെ സൂര്യപ്രകാശത്തിലോ ഈ വൈറസ് ചാവൂല. നമ്മുടെ ഈ ഒരു പാർവോ വൈറസ് ബാധിച്ച ഒരു ഡോഗ് അവിടെ അപ്പിടുന്നുണ്ടെങ്കിൽ ആ ഒരു അണുബാധ അവിടെ ഒരു വർഷം വരെ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിലുണ്ട്. അത്ര ഒരു വർഷം വരെ അത് ജീവിച്ചിരിക്കുന്നതാണ് പറയുന്നത് ശരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പോകണ്ടിട്ടാ ആളിപ്പോ കുറച്ച് ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ അവിടെ അനക്കം കേട്ടപ്പോ അവിടെ പോകുന്നത്. അപ്പൊ അങ്ങനെയും ബാധിക്കാം. അപ്പൊ നമ്മൾ വഴിയും നമ്മുടെ ഡോഗ്സിന് പാർവോ വൈറസ് ഇതാകും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഡോഗിന് പാർവോ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർക്കുള്ള ഡൗട്ട് ആയിരിക്കും പാർവോ വൈറസ് നമ്മളിലേക്ക് വരുള്ളൂ, ഡോഗ്സിന് നമുക്ക് വരുള്ളൂ. പക്ഷെ ഒരിക്കലും പാർവോ വൈറസ് നമുക്ക് ബാധിക്കില്ല. പക്ഷെ നമ്മൾ വഴി നമ്മുടെ ഡോഗ്സിന് കൊടുക്കാൻ പറ്റും. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെരുപ്പ്, ഡ്രസ്സ്, നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ച ഡ്രസ്സിന്റെ ഡ്രസ്സ് അതിനകത്തൊക്കെ അണുക്കളുണ്ടാവും. അപ്പൊ ഇത് നേരെ നമ്മുടെ ഡോഗ്സിന് നമ്മളെ അടുത്ത് വരുമ്പോൾ നമ്മൾ സ്മെല്ല് ചെയ്യണം. അതുവഴിയും നമ്മുടെ ഡോഗ്സിന് ഈ പാർവോ വൈറസ് വരാൻ കാരണമാകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പാർവോയിൽ പടരുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർവോ വൈറസ് നമ്മൾ എങ്ങനെ നമ്മുടെ ഡോഗിന് പാർവോ ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം, അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വിശപ്പില്ലായ്മ, ഒരു സാധനം തിന്നില്ല, സ്മെല്ല് കഴിഞ്ഞിട്ട് അവിടെ പോയി കിടക്കും. പിന്നെ അതിന് ഈ തളർച്ചകള് നേരെ പോയി കിടപ്പ് തന്നെ ആയിരിക്കുള്ളൂ. ഏത് സമയവും ക്ഷീണമായിരിക്കും. നമുക്ക് അത്രയും ദിവസം ആക്റ്റീവായ ഡോഗ് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ഇങ്ങനെ കിടപ്പ്. നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും എടുക്കൂല. ജസ്റ്റ് ഒന്ന് വന്നിങ്ങനെ സ്മെല്ല് ചെയ്ത് പോകും, അപ്പത്തന്നെ പോയി കിടക്കും. അങ്ങനെ ഉണ്ടാവും. ഛർദി എന്ന് പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഛർദി ആയിരിക്കും. പിന്നെ അതൊരു ശരിക്കും ശരിക്കും ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും 10 മിനിറ്റ് ഇടയ്ക്ക് ഛർദിച്ചോണ്ടിരിക്കും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഛർദിക്കില്ല. അതേപോലെ ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ എടുത്തായിരിക്കും ഛർദിക്കുന്നത്. കുറേ ഛർദിക്കും. അത് ഛർദിച്ച് ലാസ്റ്റ് അതിന് ബ്ലഡ് വരെയും പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടലിന്റെ ഉള്ളില് ഇന്ത്യയുടെ ബ്ലീഡിങ് ഉണ്ടാവും. കട്ടും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണ് ഈ ബ്ലഡ് വരുന്നത്. ഈ അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുടലിനുള്ളിലുള്ള കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാണ്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് മുറിയും. വയറിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഭയങ്കര ഛർദിച്ചാകുമ്പോൾ കട്ട് വരും. അങ്ങനെയാണ് ഇന്ത്യയുടെ ബ്ലീഡിങ് വരുമ്പോഴാണ് ചോര വരുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പില്ലായ്മ. ഏറ്റവും ഈ അസുഖം ബാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡൈജഷനായിരിക്കും ബാധിക്കുന്നത്. ദഹന പ്രക്രിയ നടക്കൂല സംഭവം. അങ്ങനെയാണ് അവർക്ക് വിശപ്പൊട്ടുമില്ലാണ്ട് വന്നേട്ടാ. നമ്മുടെ ഇവരെ അപ്പിടും ഫസ്റ്റ് തന്നെ ലൂസായിട്ട് പോകും. ഭയങ്കര വയറിളക്കല്ല, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഉറപ്പില്ലാണ്ട് ലൂസായിട്ട് കളിക്കും അവരെ മോഷൻ പോണത്. അങ്ങനെ വരുമ്പോ നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കണം, നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചെള്ളുപനി വരുമ്പോഴും ഈ സിംറ്റംസ് തന്നെ ആയിരിക്കും ചെള്ളുപനിക്കും കാണിക്കണം. അപ്പൊ നമുക്ക് രണ്ടും കൂടി നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ചെള്ളുപനിയാണോ അല്ലെങ്കിൽ പാർവോ വൈറസ് ആണോ വന്നത്. അപ്പൊ അവരുടെ അപ്പി ശ്രദ്ധിച്ചാൽ മതി. ഒരു കുറച്ച് ഭയങ്കര ലൂസായിട്ടല്ല, കുറച്ച് ഇങ്ങനെ ഇത് ലൂസായിട്ട് പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ പാർവോ ആവാനാണ് ചാൻസ് ഉള്ളത്. പാർവോ വൈറസ് ആക്റ്റീവായി തുടങ്ങുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മോഷന് ഭയങ്കര സ്മെല്ലായിരിക്കും. സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരത്ത് അവള് ഇപ്പൊ ലെസയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലെസ അപ്പിട്ട് കഴിയുമ്പോ അപ്പൊ ഭയങ്കര മണമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പാർവോ വൈറസ് ആണെന്ന് ഇതാക്കുന്നത്. മോഷൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പാർവോ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണും നാക്കും ചോരച്ചിരിക്കും. ഭയങ്കര ബ്ലഡ് കളർ പോലെ ഇരിക്കും നാവും. അതുപോലെ തന്നെ കണ്ണും അതെ ഭയങ്കരമായിട്ട് ചുമന്നിരിക്കും കേട്ടാ. അങ്ങനെയാണ് ഈ പാർവോയുടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണും നാക്കും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചോളാം നിങ്ങൾ കേട്ടാ. കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ബ്ലഡ് ആണ്. ആദ്യമൊക്കെ നമ്മൾ കഴിച്ച ഫുഡിനായിരിക്കും പോണത്. പിന്നെ അവരുടെ വയറ്റിലൊന്നും ഉണ്ടാവൂലല്ലോ. പിന്നെ അവർ ഛർദിക്കുന്നതും ബ്ലഡ് ആയിരിക്കും. അതുപോലെ തന്നെ മോഷൻ പോണതും ബ്ലഡ് ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർവോ വൈറസിന് ഒരിക്കലും ഒരു ഇതിലെ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി കുറഞ്ഞു വരും. ഈ അസുഖം വരുമ്പോൾ
ഈ അസുഖം കൂടുകയും ചെയ്യും, അവരുടെ പ്രതിരോധ ശേഷി കുറയ്ക്കും. അങ്ങനെയാണ് ശരിക്കും ഡോഗ്സിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ 90% മരിച്ചു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് വരും. എന്ന് വെച്ചാൽ അറ്റാക്ക് പോലെ സംഭവങ്ങൾ വന്നിട്ട് അവർക്ക് അപ്പം തന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ അവർക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അസുഖം നമ്മൾ ഡോക്ടറിനെ ചോദിക്കുക. അപ്പൊ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞ് ഛർദ്ദിച്ച് പോയി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഡോക്ടർ എന്ത് ചെയ്തു, പക്ഷെ അവരുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ ബ്ലഡിൽ ഒരു ഇൻഫെക്ഷനും കണ്ടിട്ടുണ്ടായില്ല. ബാക്കി എല്ലാവരും ഇവർക്ക് നോർമൽ തന്നെയായിരുന്നു. ശരിക്കും ഈ പാർവോ വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയും, പക്ഷെ ഇവർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ തന്നെയായിരുന്നു. പക്ഷെ ഡോക്ടർ ഇങ്ങനെ ഛർദ്ദി കണ്ടപ്പോൾ ഡോക്ടർ എന്ത് ചെയ്ത് ശരിക്കും പാർവോന്റെ ട്രീറ്റ്മെന്റ് അപ്പോഴേ അവർക്ക് തുടങ്ങി. ഫസ്റ്റ് തന്നെ ആന്റിബയോട്ടിക് കൊടുക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവര് ഡീഹൈഡ്രേഷൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ എന്തായാലും ജലാംശം വേണം. അപ്പൊ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IV ഫ്ലൂയിഡ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ ആന്റിബയോട്ടിക് ഒക്കെ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ട്രിപ്പായിട്ട് എന്തായാലും ഇടും. കാരണം ഇവർ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ശരീരം. അപ്പൊ അതാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കൊച്ചിൻ പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞ പറവൂരുള്ള ഹോസ്പിറ്റലാണ് അവിടെ കൊണ്ടുപോയത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അത്രയും നമുക്കൊരു ഡോക്ടർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഇവളെ അത്രയും ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്, നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നമുക്ക് ശരിക്കും പാർവോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് ശരിയാവും, ഓക്കെ ആവും. പക്ഷെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഇനി അവൾക്ക് വേറെ ബ്ലഡിലേക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ആയിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവൾക്ക് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അവൾക്ക് ട്രിപ്പ് ഇട്ട് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് പിന്നെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വഴിയായിട്ട് കൊടുത്ത്. കാരണം മരുന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ കഴിക്കില്ല. അതുകൊണ്ട് മൊത്തം IV ഫ്ലൂയിഡ് ആയിരിക്കും കൊടുക്കുന്നത്. അവർക്ക് വെള്ളം പോലത്തെ ഇതായിരിക്കും അവർക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഒരു ഫുഡൊന്നും എടുക്കില്ല. അപ്പൊ 7 ദിവസമായിരിക്കും, 1 വീക്കാണ് ഇതിന്റെ ഒരു ഇത് പറയുന്നത്. നമ്മൾ 1 വീക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം, വേറെ ഫുഡ് കഴിക്കാതെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് വേറെ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് അപ്പൊ തന്നെ മാറ്റണം. കാരണം ഒരു ഡോഗിൽ നിന്ന് മറ്റൊരു ഡോഗിലേക്ക് എന്തായാലും ഇത് വരും. അപ്പൊ അവരെ മാറ്റി നിർത്തണം. പിന്നെ നമ്മളായാലും ഇവളെ നമ്മൾ കെയർ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്ത്, കാരണം നമുക്ക് ബാധിക്കില്ല, പക്ഷെ നമ്മൾ വഴിയിട്ട് നമ്മളുടെ ഡോഗ്സിനും കൂടി കിട്ടും. മറ്റേ ഡോഗ്സ് ഉണ്ടെങ്കിൽ അതിനും കിട്ടും. അപ്പൊ നമ്മുടെ കൈ എപ്പോഴും ഇവളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലെസയുടെ കേസ് വെച്ചാൽ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പൂമുണ്ട് ലെസയുണ്ട്. അപ്പൊ ലെസർക്ക് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫുഡ് കഴിക്കില്ല കേട്ടോ. അവൾ ലെസനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലെസയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കൈയൊക്കെ സോപ്പിട്ടായിട്ടായിരിക്കും. കൂടുതലും ഞങ്ങൾ അപ്പൂന്റെ അടുത്തേക്ക് പോയില്ല, കാരണം റിസ്ക് എടുക്കാൻ വയ്യാത്തവരും ഞങ്ങള്. കാരണം ആ ഒരു ദിവസത്തെ ഞങ്ങൾ 2 ദിവസം ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ഞങ്ങൾക്ക് കിട്ടൂലെന്ന് തന്നെ വിചാരിച്ച അതേപോലെ ഞങ്ങള് ആ ഒരു സമയത്ത് ഇവിടെ ഛർദി കഴിഞ്ഞിട്ട് പിന്നെ മോശം പോകുമ്പോ ബ്ലഡാണ് പോണേന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ആള് മോശം പോയി കഴിഞ്ഞ ശേഷം പിന്നെ ആളങ്ങോട്ട് തളർന്ന് കണ്ണൊക്കെ മേപ്പോട്ട് പോയി. ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം കാലിങ്ങനെ ഇണക്കി, പിന്നെ അനങ്ങിണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ വിചാരം ആള് അവള് മരിച്ചു പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ കുറെ പ്രാവശ്യം പിന്നെ ചൂട് വെച്ചെറുക്കട്ടെ. ഇവർക്ക് ഈ സമയത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും, അതുപോലെ തന്നെ കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് കുറഞ്ഞു പോകാൻ പെട്ടെന്ന് ചൂടാക്കി കൊടുക്കണം. മറ്റേ നമ്മുടെ ഈ ഐസ് ബാഗ് ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മള് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പൊ തന്നെ ചൂടൊക്കെ പിടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞു പോകുമ്പോ ചൂട് പിടിക്കും, കൂടി കഴിയുമ്പോ ചൂട് വെക്കും. അങ്ങനെയൊക്കെ നമ്മൾ കുറെ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഫുഡ് കൊടുക്കണം ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഒന്നും ഒരു ഫുഡും കൊടുക്കണ്ട. കാരണം അവര് നമ്മൾ എന്തോരം ഫുഡ് കൊടുത്താലും അവർ കഴിക്കില്ല. കഴിച്ച് നമ്മൾ നിർബന്ധിച്ച് തള്ളിക്കേരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഛർദിച്ച് കളയും. അപ്പൊ അത് അവർക്ക് തന്നെയാണ് ദോഷം വരുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഫുഡൊന്നും കൊടുക്കണ്ട. അതിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവര് ഫ്ലൂയിഡ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് അതുപോലെ ട്രിപ്പ് കാര്യങ്ങൾ ഇടും. അപ്പൊ എപ്പോഴും അവരുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കും, ജലാംശം അവരുടെ ശരീരത്തിലുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വിശപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. ഈ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുടല് വയറിന് അവർക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും ഉള്ളിൽ നിന്ന്. അപ്പൊ അവർക്ക് വിശപ്പ് ദഹനത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. വിശപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല, എന്ത് കഴിച്ചാലും ദഹിക്കാണ്ട് അവരെ വയറ്റിൽ കിടക്കും, അത് വോമിറ്റ് ചെയ്ത് കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും, ORS തരും. എന്നുവെച്ചാൽ അവർക്ക് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു തുടങ്ങും, വെള്ളം പോലത്തെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്ക്, ORS, പിന്നെ ചെറു ചൂടുവെള്ളം, കഞ്ഞിവെള്ളം നല്ലതാണ്. അങ്ങനത്തെ ഫുഡ് മാത്രം, വെള്ളം പോലത്തെ മാത്രം ഫുഡ് കൊടുക്കാം. ഒരിക്കലും ചോറ് കാര്യങ്ങളൊന്നും കൊടുക്കരുത്. കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ബ്രൗൺ റൈസിന്റെ കൊടുക്കാണ്ടിരിക്കുക, വൈറ്റ് റൈസ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം കൊടുക്കാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ റേഷനരിയുടെ കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല. വൈറ്റ് റൈസ് ആയിട്ടുള്ള ബ്രൗൺ റൈസ് ഒരിക്കലും കൊടുക്കണ്ട, അത് ദഹനത്തിന് കുറച്ച് ഇതായിരിക്കും. നമ്മൾ ഇതിന് ഉപ്പിട്ടൊന്നും കൊടുക്കരുത് കേട്ടോ.
സാധാരണ നമ്മൾ നോർമലി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൊടുത്താൽ മതി. അങ്ങനത്തെ വെള്ളം പോലത്തെ ഫുഡാണ് ആദ്യം തന്നെ കൊടുക്കേണ്ടത്. പിന്നെ കുറച്ചും കൂടി ഹീലായി കഴിയുമ്പോഴേക്കും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് കഞ്ഞിയൊക്കെ അങ്ങനെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കൊടുത്തോളാൻ പറയും. അങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് കൊടുത്തു നോക്കാൻ പറയും. അങ്ങനെ കുടിച്ചിട്ട് ഛർദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ടെന്ന് പറയും. നിർബന്ധിച്ച് കൊടുക്കരുത്. ഛർദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തോളാൻ പറയും. പക്ഷെ ഇവർ നമുക്ക് ഹോസ്പിറ്റലിൽ അവർക്ക് ഛർദിക്കാണ്ടിരിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഫസ്റ്റത്തെ 2 ദിവസം മാത്രം ഛർദി ഉണ്ടാകുന്നുള്ളൂ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം ചില ദിവസം ഇടക്ക് മാത്രം അത് ദഹിക്കാണ്ട് വരുമ്പോ വോമിറ്റ് ചെയ്ത് കളയുന്നത്. പക്ഷെ ആദ്യത്തെ അത്രയും ബ്ലഡും കാര്യങ്ങളൊന്നും പോയിരുന്നില്ല. പിന്നെ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ ഛർദി അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റോപ്പായിട്ട്. കാരണം അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അവൾക്ക് അന്ന് കുടലിന്റെ ഒരു മരുന്ന് തന്നിരുന്നു. കാരണം കുടലിലുള്ള ഈ ചെറിയ ചെറിയ ഇതൊക്കെ പൊട്ടുക അവരുടെ. അപ്പൊ അത് ഹീലായി പോകാൻ വേണ്ടിയിട്ട് കുടലിലുള്ളൊരു മരുന്ന്, അതുപോലെ തന്നെ മറ്റേ ഇവര് കിഡ്നിനെയൊക്കെ ബാധിക്കുന്ന സംഭവം. അപ്പൊ അതൊക്കെ ഒന്നും കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, കാരണം സൈലന്റ് അറ്റാക്ക് വരെ വരും കുട്ടികൾക്ക്. അങ്ങനെയാണ് ഇവർ മരിക്കണത്. അപ്പൊ അത് വരാണ്ടിരിക്കാനുള്ള അതിന്റെ ഫംഗ്ഷൻ മര്യാദ നടത്താനുള്ള കിഡ്നിയുടെ ഒക്കെ ഒരു മരുന്നിന് ഒരു സിറപ്പ് പോലത്തെ ഉണ്ടായിരുന്നു. അത് അവൾക്ക് തന്നിരുന്നിട്ടാ. അങ്ങനെ കഞ്ഞിയിൽ ഇപ്പൊ ആദ്യം കഞ്ഞി കൊടുത്തപ്പോ അതങ്ങനെ കുടിച്ചിരുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു മറ്റേ ഗ്രേവി ഉണ്ടാവുമല്ലോ, ചിക്കന്റെ ടൂൾസ് ഉണ്ടല്ലോ, ചെറിയ പാക്കറ്റ് 35 അതിന്റെ ആ ഗ്രേവി കൂട്ടി കൊടുക്കണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി ഗ്രേവി ഇട്ടിട്ട് കഞ്ഞി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് ഫില്ലറിലാട്ട കൊടുക്കണതല്ലേ. നമ്മൾ അവരോട് കഴിക്കാൻ പറഞ്ഞാല് അവരൊരിക്കലും കഴിക്കില്ല. നമ്മൾ നിർബന്ധിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ, എന്ത് വെള്ളമായാലും അവരായിട്ട് വന്ന് കുടിക്കില്ല. ഞങ്ങൾ നിർബന്ധിച്ച്, ഞങ്ങൾ ഉറപ്പില്ലാണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് അരമണിക്കൂർ ഇടവിട്ട് ഫില്ലറിൽ എടുത്തിട്ട് കുറച്ചൊക്കെ കുടിക്കുള്ളൂ. അത് എന്നാലും അരമണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങനെയാണ് അവൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് 7 days കഴിഞ്ഞപ്പോ ഡോക്ടർ എന്ത് ചെയ്തു, ഫ്ലൂയിഡ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് കാര്യങ്ങൾ നിർത്തിയിട്ട് പിന്നെ മെഡിസിൻ തന്നു തുടങ്ങി. അവൾ കഞ്ഞിയൊക്കെ കുടിച്ചു തുടങ്ങിയല്ല, കുറച്ച് നമ്മൾ കൊടുക്കണ അനുസരിച്ച്. അപ്പോൾ മിക്സിയിലായിട്ട് അടിച്ചു കൊടുക്കണത്. അങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോ ഡോക്ടർ പറഞ്ഞ് ആന്റിബയോട്ടിക് അത് എത്ര ഒരു 3 ദിവസം അല്ലേട്ടാ. ഫസ്റ്റത്തെ 3 ദിവസത്തെ ആന്റിബയോട്ടിക് ആണ്. 7 ദിവസം കഴിഞ്ഞിട്ട് എഴുതിയത്. 3 ദിവസത്തിനുള്ള ആന്റിബയോട്ടിക് ആണ് തന്നത്. അങ്ങനെ 3 ദിവസത്തെ ആന്റിബയോട്ടിക് കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുചെന്ന് നോക്കിയപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ള ക്രിയാറ്റിന്റെ അളവൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ക്രിയാറ്റിൻ നോർമലായി. പക്ഷെ ബ്ലഡിൽ ഇൻഫെക്ഷന്റെ ചെറുതായിട്ട് അന്ന് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഭയങ്കരമായിട്ട് കൂടിയപ്പോഴേക്ക് വന്നു തുടങ്ങിയത്. അല്ലെങ്കിൽ ഇവൾക്ക് പാർവോ ആവണേക്കാൾ മുന്നേ പാർവോ വൈറസ് കൺഫേം ചെയ്യണേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതല്ല. അപ്പൊ അവൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അത്ര മൂർച്ഛിച്ച് ഇങ്ങനെ അസുഖം കൂടി വന്നത്. അപ്പോഴാണ് നമുക്ക് ബ്ലഡിൽ അതിന്റെ ഇൻഫെക്ഷൻ കാര്യങ്ങളും കണ്ടു തുടങ്ങിയത്. അപ്പൊ ഞാൻ അന്ന് ചെന്നപ്പോൾ ബ്ലഡിൽ കുറച്ച് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ ക്രിയാറ്റിന്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസത്തെ ആന്റിബയോട്ടിക് ശേഷം, അപ്പൊ 3 ദിവസത്തെ ആന്റിബയോട്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാതെ കാരണം ഭയങ്കര കുറവായിട്ടുള്ള ടാബ്ലറ്റ് ആണ് എഴുതിയത്. പിന്നെ ഇൻഫെക്ഷൻ ബ്ലഡിലായതുകൊണ്ട് ഡോക്ടർ കുറച്ച് ഡോസ് കൂട്ടിക്കൊടുത്തു. അത് ഡോസ് കൂട്ടിക്കൊടുത്തപ്പോ ഡോക്ടർ വെച്ച് ഛർദിക്കണില്ലെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഫീഡിങ് ചെയ്തോളാൻ പറഞ്ഞു. നിർബന്ധിച്ച അതൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 7 ദിവസത്തെ ടാബ്ലറ്റ് പിന്നെയും എഴുതിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ആ മരുന്ന് കഴിക്കുമ്പോൾ വയറ്റിൽ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം എടുക്കും. നന്നായിട്ട് ഫുഡ് കഴിക്കണം പറഞ്ഞു. അങ്ങനെ അന്ന് തുടങ്ങി ഞങ്ങൾ നന്നായിട്ട് നിർബന്ധിച്ച് തന്നെ. അവള് കുടിക്കില്ല, എന്നാലും നിർബന്ധിച്ച് സിറിഞ്ചിൽ എടുത്തിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. ഒരു 3-4 വലിയ സിറിഞ്ചില്ലേ, അത് വാങ്ങിച്ചിട്ട് ഒരു 3-4 ട്രിപ്പ് നമ്മള് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നിട്ടാ. അപ്പൊ ഈ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പ്രോട്ടീൻസ് അവരെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാന്ന് ഡോക്ടർ പറയും. ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 3rd സ്റ്റേജ് ആകുമ്പോൾ ഇത് കൊടുക്കേണ്ടത് എഗ് വൈറ്റ് അല്ലേട്ടാ, എഗ് വൈറ്റ് പിന്നെ ചെസ്റ്റ് പീസ് നമ്മുടെ ചിക്കൻ. അപ്പൊ അത് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ട് അരക്കണം, പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ കഴിക്കില്ല. അപ്പൊ നേരെ നമ്മ സിറിഞ്ചിലൊക്കെ കൊടുക്കണം. അങ്ങനെ അതങ്ങനെ ചെസ്റ്റ് പീസ് അങ്ങനെ കൊടുക്കാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയാണ്. അത് മുട്ട പുഴുങ്ങിയൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് മുട്ടയുടെ വെള്ളം ഇട്ട് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വെള്ളം പോലെ ആവും, വെറുതെ മുട്ട ഉണ്ടാവൂല, ശരിക്കും അത് വെള്ളം പോലെ കിട്ടും. എന്നിട്ട് അതാണ് ഫില്ലറിൽ ഞങ്ങള് കൊടുത്തിരുന്നത്. അപ്പൊ അത് രണ്ടും കൊടുക്കാൻ വേണ്ടി നോക്കാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം ഛർദിക്കണില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 2 ഫുഡ് കൊടുക്കുക. പ്രോട്ടീൻസ് ഒരുപാട് വേണമല്ലോ അവർക്ക്. അപ്പൊ ഇതാണ് ഞങ്ങൾ കൊടുത്തേക്കണേ കേട്ടാ. ഈ അസുഖം മാറി നമുക്ക് മനസ്സിലാവണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. പക്ഷെ ഭയങ്കരമായിട്ട് കഴിക്കില്ല കേട്ടാ. ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത്, ആദ്യമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സ്മെല്ല് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇത് സ്മെല്ല് ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാക്കിയപ്പോ ഈ അസുഖം കുറച്ച് മാറി. പക്ഷേ ഇവർക്ക് പ്രതിരോധ ശേഷി കയറുമ്പോ ഈ അണുക്കൾ താനെ നശിക്കും. അങ്ങനെയാണ് ഇവരുടെ ഇമ്മ്യൂണിറ്റി പവർ വീണ്ടും എടുത്തിട്ട് വേണം ഇതിനെ നശിപ്പിക്കാനായിട്ട്. അപ്പൊ അവര് ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ അസുഖം അവരുടെ അടുത്ത് വിട്ട് പോകണമെന്നാണ്. അപ്പൊ ഫുഡ് എന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മൾ കൊടുക്കരുത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത് കുറച്ചിട്ട് കുറേശ്ശെ കഴിക്കണം അവരെന്നെ വന്ന് തിന്നോളും. അവരെന്നെയാണ്. അപ്പൊ ഇവൾക്ക് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ചോറ് ഇപ്പോഴും ഇവൾക്ക് വലിയ താല്പര്യമില്ല, ചോറ് ഇപ്പോഴും കഴിച്ചു തിന്നലുണ്ടോ? തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല. ഇവള് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട തിന്നുന്നുണ്ട്, മുട്ട, പിന്നെ ചിക്കൻ, ചിക്കൻ, പിന്നെ ഫിഷ്, പിന്നെ ഉം, ഡോൾസിന്റെ ഡോൾസ്, ഫോക്കസ് ഇല്ലേ, അല്ലെ അതല്ലേ ഡോൾസിന്റെ ഫോക്കസ്. ഫോക്കസ്, അതൊക്കെയാണ് ഇഷ്ടം. അത് ഇച്ചിരി കഴിക്കുള്ളൂ. ഇപ്പൊ ഇന്നിപ്പോ സൺഡേ ആണ്, അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഇന്നിപ്പോ ഇച്ചിരി ഹെവി ആയിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ആള്. കാലത്ത് അല്ലെങ്കിൽ കാലത്തൊക്കെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ആള് കഴിക്കാൻ ഇന്ന് കാലത്ത് ഫുഡ് നേരെ പുള്ളി നേരെ അതെ, വന്ന് നിന്ന്. നമ്മളവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് തന്നെ വേഗം വന്ന് കാലത്ത് കഴിക്കുകയൊക്കെ അപ്പൊ ചെയ്യും. തന്നെ നേരെ ചിക്കൻ്റെ ഒക്കെ എല്ലാം വേവിച്ച് നേരെ കൊടുത്തു. അപ്പൊ തന്നെ ആള് എല്ലാം കഴിച്ചു. ചെസ്റ്റ് പീസ് ഉണ്ട്, അത് വേവിച്ചിട്ട് കൊടുത്തപ്പോ അതൊക്കെ ഒന്ന് കൊടുത്ത ഫുഡൊക്കെ കഴിച്ച്. അപ്പൊ അത് അതിനകത്ത് അവള് തന്നെ സർവൈവ് ചെയ്ത് എടുക്കണാണ് സംഭവം. ഇപ്പോഴും ചോറ് തിന്നല്ല, ചോറ് ചോറ് കൂട്ടി കുറച്ച് കൊടുത്തിട്ടും ചോറ് തിന്നില്ല. ബാക്കി ചോറ് ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തിന്നുന്നത് തന്നെ കുറച്ച് തിന്നും, പിന്നെ തിന്നില്ല. ശരിക്കും ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡിനോടുള്ള ഒരു ഇത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. ഛർദ്ദിക്കും അവരെ ഛർദ്ദിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു മൈൻഡ് ആവും. അവർ ആ മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചേക്കാണ്, ഫുഡ് കഴിച്ചാൽ ഛർദ്ദിക്കുന്നു. അപ്പൊ നമ്മളായിട്ട് വേണം ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങള് കുറെ ഫുഡ് എടുത്ത് അപ്പുചേട്ടന് കൊടുക്കുന്ന നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു കുറേ തിന്നാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കണേ അതേപോലെ നമ്മൾ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഒന്നേന്ന് ഫസ്റ്റ് തുടങ്ങണം. ഇനി ഫസ്റ്റ് പിച്ച വെച്ച് ആള് ഫുഡ് കഴിച്ചു തുടങ്ങണം. അങ്ങനെയാണ് ഈ അസുഖം വന്നിട്ടുള്ള ഒരു പ്രത്യേകത. ഫുഡ് അങ്ങനെ എടുക്കാൻ ഇപ്പൊ അങ്ങനെ കഴിച്ചു തുടങ്ങുന്നത്. അപ്പൊ കാരണം അവള് പണ്ട് ചെറുപ്പത്തിൽ എങ്ങനെ കഴിച്ചത് അതുപോലെ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ കുറേശ്ശെ അതുപോലെ ഇപ്പൊ തന്നെ അങ്ങനെയാണ് അവൾ ഫുഡ് കഴിക്കാൻ. അപ്പൊ അങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വരാണ്ടിരിക്കാൻ നമ്മൾ എന്തെല്ലാം മുൻകരുതൽ എടുക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. എങ്ങനെ നമുക്ക് വരാണ്ടിരിക്കാൻ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാർവോസിന്റെ ഒരുപാട് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇവർക്ക് കൊല്ലം എടുക്കണം ബൂസ്റ്റ് കറക്റ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇപ്പൊ പാർവോ വൈറസ് ബൂസ്റ്റ് എടുത്ത ആൾക്കാർക്ക് പാർവോ വൈറസ് വരില്ല എന്നൊന്നും പറയണില്ല. പാർവോ വന്നാൽ തന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും നമ്മൾ അങ്ങനെ ഇവരുടെ ബൂസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇവൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ വന്നത്. ഇവർക്ക് ആ വന്നേക്കും ഒരു ഇഞ്ചക്ഷന്റെ ഒരു ടൈം ടൈം ആയപ്പോഴാണ് അവളുടെ ടൈം ആയിപ്പോഴും ഫസ്റ്റത്തേക്ക് നമ്മൾ ഫുള്ളി വാക്സിനേറ്റഡ് ആണ് അവൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് എടുക്കേണ്ട ടൈം ആയപ്പോഴും ഇവൾക്ക് ഇങ്ങനെ വന്നത്. ഇവൾക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും വന്നതല്ല, പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു. അവരായാലും അവര് പോയിസൺ അടിച്ചെന്നാണ് വിചാരിച്ചത്. അടുത്തുള്ള നമുക്കറിയാൻ ഡോഗ്സ് പാടില്ലായിരുന്നു ഇങ്ങനെ പാറ എന്താന്ന് അറിയില്ലായിരുന്നില്ല. അപ്പൊ അവരായാലും വേറൊരു പട്ടിക്ക് വന്നത് അതിനെ രക്ഷപ്പെട്ടു. അവര് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മെഡിസിനും കാര്യങ്ങളും കൊടുത്തു തന്നെ അത് റിക്കവർ ചെയ്തെടുത്തു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ നാടൻ ഡോഗ്സിനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അവർ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് ബാക്ക് ടു നോർമൽ ആയിരിക്കും. പക്ഷെ ഇതെന്നൊക്കെ പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ഡോഗ്സ് ആണ്. റോഡ് വീലർ, അമേരിക്കൻ ബുള്ള്, പിന്നെ എന്താ ജർമ്മൻ, ഡോവർമാൻ, അവർക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അവർക്കൊക്കെ അത് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം പിടിക്കും. ഏറ്റവും കൂടുതൽ ചാൻസ് വരാനായിട്ട് ഇവർക്കായിരിക്കും. അതുപോലെ തന്നെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. അവർക്ക് ഒരാഴ്ച, നാടൻ ഡോഗ്സിനൊക്കെ ഒരാഴ്ച കൊണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 ആഴ്ച 3 ആഴ്ച എടുക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത്. പിന്നെ വെച്ചാൽ ശരിക്കും വെച്ചാൽ ഈ അസുഖം വന്നിട്ട് മാറാനായിട്ട് ടൈം എന്ന് പറയുന്നത് ചിലവർക്ക് പെട്ടെന്ന് മാറും, ചിലവർക്ക് അത് ഓരോരുത്തരുടെ എന്തോരം നമുക്ക് ഉള്ളിലുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ചെറിയതൊക്കെ ഒരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിലൊക്കെ നോർമലാവും. എന്നാലും പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും 1 മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇപ്പൊ അസുഖം വന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അപ്പുനായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നില്ല അവരായിട്ട്. അപ്പൊ നമ്മൾ ശരിക്കും നന്നായിട്ട് കെയർ ചെയ്യണം മറ്റു ഡോഗ്സിന്റെ അടുത്ത്. ഇപ്പൊ ഇവർക്ക് മാറി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടെങ്കിൽ ആ അസുഖം പിന്നെയും വരാം ഇവർക്ക്. കാരണം ഇവര് അന്ന് ഈ അസുഖം വന്നപ്പോ യൂസ് ചെയ്ത സാധനങ്ങൾ മൊത്തം നമ്മൾ കത്തിച്ചളഞ്ഞ് വേറെ ഒന്നും എടുക്കാൻ പാടില്ല. ഫില്ലർ അടക്കം നമ്മൾ ഫുഡ് കൊടുത്ത ഫില്ലർ, അതുള്ള സിറിഞ്ച്, പിന്നെ ഇവർക്ക് എന്തെങ്കിലും ടോയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെ സാധനങ്ങൾ ഇവർക്ക് അന്ന് തുടച്ച തുണി ഒക്കെ കളയണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം ഇവരിപ്പോ എവിടെയെങ്കിലും അപ്പിയിട്ട് ഇങ്ങനെ മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി നേരെ ഒഴിക്കണം. അല്ലാണ്ട് വേറെ ഈ വൈറസ് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം വരെ ചാവാണ്ട് മണ്ണിൽ കിടക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് വീണ്ടും മഴക്കാലം തുടങ്ങുമ്പോൾ രണ്ടാമത് വരും സംഭവം. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും ഇപ്പോഴും ഞങ്ങൾ മാറിയിട്ടടക്കം ലെസ് എവിടെയൊക്കെ അപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഞങ്ങൾ ബ്ലീച്ചിങ് പൗഡർ കലക്കുന്നുണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഇവൾക്ക് ആ സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന തുണി, കാരണം മഴക്കാലം ഓർമ്മയില്ല, പെട്ടെന്ന് നമുക്ക് തുണി കളയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ സമയത്തും ആ തുണിയിലൊക്കെ ഞങ്ങൾ എടുത്ത തുണിയിൽ ബ്ലീച്ചിങ് പൗഡറിൽ കുറച്ച് നേരം മുക്കി വെക്കും. അങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വൈറസ് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഏറ്റിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെറ്റോൾ ഉപയോഗിച്ച് കഴിയാലൊന്നും ഈ അടുക്കള ചാവൊന്നുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ആണ് കുറച്ചും കൂടി എഫക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൂട്ടിലാണ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കേജൊക്കെ നന്നായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. എന്നിട്ട് വേണം ഇവരൊക്കെ ഇരിക്കിടത്താനുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഓവറാശം വന്നെങ്കിൽ വീണ്ടും ഇവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നന്നായിട്ട് നമ്മൾ കെയർ ആണ് ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എന്തായാലും മെഡിസിൻ എടുത്തിരിക്കണം. മെഡിസിൻ വെച്ചിട്ടുണ്ടെങ്കിൽ
അത് നമ്മൾ ഓരോ ഡോക്ടറിനെ കാണാൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഗവൺമെന്റിലാണെങ്കിൽ കുറച്ച് പൈസ കുറവായിരിക്കും, പ്രൈവറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമുക്ക് നമ്മൾ എന്തോരം അതിനെ സ്നേഹിക്കണം, നമ്മളെ പെറ്റിന് നമ്മൾ അത്രയും സ്നേഹിക്കണ്ടാവും. നമ്മൾ പൈസ ചെലവാക്കിയാലും അവരെ രക്ഷപ്പെടുത്താനേ നമ്മൾ നോക്കുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ലസക്ക് ഞങ്ങൾ വന്നപ്പോൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇപ്പൊ ആള് ആക്റ്റീവായി തുടങ്ങി, പണ്ടത്തെ പോലെ ബാക്ക് ടു നോർമൽ ആയിട്ട് ആള് കുറച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങി. ആദ്യം കുറയ്ക്കില്ലായിരുന്നു, ഇപ്പൊ എല്ലാം ഡോക്ടർ ചെല്ലുമ്പോൾ ചോദിക്കും സാധാരണ കുറയ്ക്കാറില്ല. പിന്നെ വലിയ പിള്ളേരെ ഇഷ്ടമല്ല, അപ്പൊ അത് പിള്ളേരെ കാണുമ്പോൾ കുറയ്ക്കും. അങ്ങനെ അപ്പൊ ഇവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മളോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി കുറെ ഡോക്ടർ ചോദിക്കട്ടെ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുന്നുണ്ടാന്ന്. അപ്പൊ ഇപ്പൊ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ പറഞ്ഞില്ലേ, കഴിച്ചു കഴിക്കണില്ല, ബാക്കി എല്ലാം കഴിക്കുന്നു. ഇന്ന് തുടങ്ങിയല്ലേ, ഇന്ന് തുടങ്ങി പിന്നെ ഇന്നലത്തേനേക്കാളും ഭേദമായിട്ട് നന്നായിട്ട് ഫുഡ് ആളെന്നെ വന്ന് ചോദിച്ച് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മുൻകരുതൽ. അപ്പൊ എന്തായാലും നമ്മള് കൊല്ലം എടുക്കണ ബൂസ്റ്റ് ഇവർക്ക് എന്തായാലും നമുക്ക് വാക്സിനേഷൻ കൊടുത്തിരിക്കണം. അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഇനി ഇവളുടെ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, ഇവർക്ക് നന്നായിട്ട് ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞ് ഇനി ഇവൾക്ക് ഇവളുടെ മൊത്തം ഈ അസുഖമൊക്കെ മാറി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇവൾക്ക് എടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കാനുള്ള ഏറ്റവും വലിയ പ്രധാന കാരണം, ഞങ്ങൾ ജസ്റ്റ് ഇത് വീഡിയോ എടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. വലിയ യൂട്യൂബ് ചാനൽ ഉണ്ടാവുമല്ലോ ഈ ഡോഗ്സിന്റെ ഒക്കെ, അപ്പൊ അവരോട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് അയച്ചിട്ട് പോലും നമ്മൾ കമന്റ് ഇട്ട്, കാരണം അന്നത്തെ അവസ്ഥയിൽ നമുക്ക് എന്തിനാ ചെയ്യണ്ടേന്ന് സങ്കടമൊക്കെ കൂടെ നമ്മൾ കമന്റ് അയച്ചിട്ട് അത് ഒന്ന് റിപ്ലൈ പോലും നമുക്ക് ചെയ്തും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവൾക്ക് കൊടുത്ത മെഡിസിന്റെയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോട്ടെ. കാരണം അതിന്റെ ഇനി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പരമാവധി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുപോയി ഞങ്ങൾ ഒന്നരാഴ്ച അല്ലേ ഒന്നരാഴ്ച കൂടുതൽ ഞങ്ങൾ ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെ അടുത്ത് അങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇട്ടുതരാം. ഇവൾക്ക് എന്തൊക്കെ മെഡിസിൻ കൊടുത്തത് അതൊക്കെ ഞങ്ങൾ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ചീട്ടും കാര്യങ്ങളും അവളുടെ ഫുൾ റെക്കോർഡ് അടക്കം. ഇതാണ് അവളുടെ ട്രീറ്റ്മെന്റിന്റെ പെറ്റ് പാസ്പോർട്ട് എന്ന് എഴുതിയേക്കുന്നത്. ഇതാണ് അവളുടെ അഡ്മിഷൻ എടുത്തേക്കുന്നത് ഹോസ്പിറ്റലിൽ. ഫുള്ളി വാക്സിനേറ്റഡ് ആണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്ത് ഇവളുടെ ഇപ്പോഴും ടെസ്റ്റ് ചെയ്തേക്കുന്ന സാധനങ്ങൾ മൊത്തം ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്ക് ഞങ്ങൾ താഴെ ഇട്ടേക്കാട്ടെ. അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചുതരാം. അപ്പൊ ഇതൊക്കെയുണ്ട് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ പാറോ വൈറസ് വന്നപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതൊക്കെ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത, ഞങ്ങൾക്ക് മൈക്കിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ അടുത്ത് വെച്ചിട്ടാണ് നീക്കി സംസാരിച്ചത്, അതുകൊണ്ട് ഇച്ചിരി ഒരു മൈക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്ത് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് ചില ഭാഗത്തൊക്കെ ചിലപ്പോൾ കേട്ടില്ല തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലും കമന്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ അതിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയണ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ തന്നെ